ബുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് വീണ്ടും അടുത്തുള്ള പിള്ളേരുടെ അടുത്താണ് പോയി പഠിക്കുന്നത്. ചില ടെസ്റ്റുകളൊക്കെ ടീച്ചർ പഴയ ടെസ്റ്റൊക്കെ വെച്ച് ഫോട്ടോ കോപ്പി ഒക്കെ എടുത്താണ് പഠിക്കുന്നത്. 2016 പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോൾ എന്തായിരുന്നു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ? ഓണപരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകം എത്താത്ത ഒരു കാലം. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ വലഞ്ഞു. 2013-14 DISC റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 71% സ്കൂളുകൾക്കും കൃത്യസമയത്ത് പുസ്തകം ലഭിച്ചില്ല. വകുപ്പുകൾ പരസ്പരം പഴിചാരി. ലോകായുക്ത വരെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഏകദേശം 4000 സർക്കാർ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടലിന്റെ ഭീഷണി. സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട സർക്കാർ വിദ്യാലയങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഉൾപ്പെടെ ഏറെ പിന്നിൽ. നാട്ടിലെങ്ങും പ്രതിഷേധം. എന്നാൽ 2016 പിണറായി വിജയൻ അധികാരമേറ്റപ്പോൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല അടിമുടി മാറി. കൃത്യസമയത്ത് പാഠപുസ്തകം. ഇപ്പോഴത് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ നൽകാൻ സർക്കാരിന് കഴിയും. ബ്രെയിലി ലിപിയിലുള്ള പുസ്തകം കൂടാതെ കേൾവി പരിമിതി നേരിടുന്നവർക്ക് ആദ്യമായി പാഠപുസ്തകം 50,000 ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി. രാജ്യത്ത് തന്നെ എല്ലാ സർക്കാർ സ്കൂളുകളും ഹൈടെക്കാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറി കേരളം. എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ യൂണിഫോം. ഇത് കൈത്തറി മേഖലയെയും ഉത്തേജിപ്പിച്ചു. 2025 മാത്രം 73 കോടി ചെലവിൽ 13 ലക്ഷം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ യൂണിഫോം സൗജന്യമായി നൽകി. സ്കൂളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചു. കിഫ്ബിയിലൂടെ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അവിശ്വസനീയ മാറ്റങ്ങൾ വരുന്നു. 2565 കോടി രൂപ നിക്ഷേപിച്ച് 973 സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഭരണാനുമതി നൽകുകയും അതിൽ 518 പൂർത്തിയാക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിൽ 5000 കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് സർക്കാർ മാറ്റിവെച്ചത്. AI ഇന്റഗ്രേഷൻ, റോബോട്ടിക്സ് ഉൾപ്പെടെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല വളരുകയാണ്. പൂട്ടാനിരുന്ന സ്കൂളുകളിൽ ഇന്ന് കുട്ടികൾ സന്തോഷമായി പഠിക്കുന്നു.